എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയ്യും കാലൊക്കെ വെട്ടിക്കളിക്കില്ലേ, അതുപോലെ തന്നെ ഇസ്ലാമിലും ഉള്ള ആൾക്കാർ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കും. അതിപ്പോൾ എല്ലാത്തിലും അതിന് ഉള്ളതല്ലേ. ഞങ്ങള് കൈകാല് വെട്ടുന്നത് എവിടെയാണുള്ളത്? അതിപ്പോൾ ഏതെങ്കിലും ഓരോരുത്തർക്ക്, ഉണ്ടോ? അതിപ്പോൾ എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പശുവിനെ അല്ലെങ്കിൽ പോത്തിനെയൊക്കെ കൊണ്ടുവന്നതിനുണ്ടെങ്കിൽ ആൾക്കാരെ കൊന്നറാണ്. അല്ലെങ്കിൽ അവിടെ ഒരാൾ വണ്ടി ഇടിച്ചിട്ട്, ഏതോ ഒരു ഡ്രൈവർ വണ്ടി ഇടിച്ച ഒരാൾ മരിച്ചു എന്നും പറഞ്ഞ് കുറേ ആൾക്കാരെ കൊന്നളാണ്, ഡ്രൈവർമാർ തന്നെ. ഓരോ സ്ഥലത്തും ഓരോ രീതിയല്ലേ. ഈ ആവശ്യമില്ലാത്തൊക്കെ പറയാൻ പോണെന്തിനാ? പണിയെടുക്കുക, ജീവിക്കുക, ഒരു 60 കൊല്ലം കഴിയുമ്പോൾ മരിച്ചു പോവുക. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കെട്ടും ആൾക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വായി കിടക്കണ നാക്ക് നല്ലതാണെങ്കിൽ ആരും ആരുടെയും മെത്തിട്ടിടാൻ പറ്റില്ല. വായി കിടക്കണ നാക്ക് ശരിയല്ലെങ്കിൽ ആൾക്കാർ മേത്തിട്ട് കയറും. അതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉള്ള ഞാനൊരു ലിങ്ക് കാര്യമല്ലേ. ഇടാം കൂട്ടുകാരാ, ഞാനൊരു ലിങ്ക് ഇടാം, നിങ്ങൾ അല്ല അതിന് ഉത്തരം പറഞ്ഞാൽ മതി. അച്ഛൻ, ഞാനീ അല്ലല്ല, പറഞ്ഞ ഞാനൊരു കാര്യം, ലിങ്ക് ഇടാം. നിങ്ങൾ അല്ല ഞാനീ പറഞ്ഞ അല്ലല്ല, കാര്യം നിങ്ങൾ കേട്ടോളൂ. ഞാനൊരു ലിങ്ക് ഇടാം, അതിന് നിങ്ങൾ ഉത്തരം പറയണം കേട്ടോ. ഉത്തരം വന്നെന്ന് പറയണ, ഉത്തരമൊക്കെ അങ്ങനെയൊക്കെ തന്നെ. എന്തിനും മറുപടി ഉണ്ട്. ഉം. മറുപടി ഇല്ലാത്ത ഒരു കാര്യമില്ല. നമ്മൾ ആവശ്യമില്ലാത്ത ആൾക്കാർ, ഇപ്പം നിങ്ങളുടെ വീട്ടിലായിട്ട് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ അനാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? ആണുങ്ങളാണ് ഈ പ്രതികരിക്കുക. ശരിയാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചത് കറക്റ്റ് ആണ് പ്രിയ സ്നേഹിത, അതാണ് ചോദിക്കുന്നത്. ഒരു ദീനിന് വേണ്ടിയിട്ട് മതം അള്ളാഹുവിനും റസൂലിനും ആകുന്നത്, അള്ളാഹുവിനാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യണം, അയൽക്കാരനെ നിങ്ങൾക്ക് കൊല്ലണം. ഇതൊക്കെ സത്യത്തിൽ നല്ലതാണോ കൂട്ടുകാരാ? അങ്ങനെയൊക്കെ ആരാ ഞാനിതാ പറഞ്ഞത്? ഇവിടെ ഇട്ടിരിക്കുന്നു. അയ്യോ, ആരാ പറയുന്നോ? ഓ, അപ്പൊ ഇത് കൂട്ടുകാരൊന്നും വായിച്ചിട്ടില്ലേ? ഇത് കേട്ടിട്ടുണ്ടോ? അല്ലല്ല, ഒരു സെക്കൻഡ്. അക്ബർ കൂട്ടുകാരതാ, ഇത് കേട്ടിട്ടുണ്ടോ? കുട്ടി ഫീഗറിന്റെ യഥാർത്ഥ വീഡിയോ കണ്ടിട്ടുണ്ടോ? കുട്ടി ഫീഗറിനെ ഏതാണെന്നറിയാമോ? ആരാ? അത് ആലപ്പുഴ ഒരു ഒരു മഹാസമ്മേളനം നടന്നായിരുന്നു. അതായത് പരേഡ് ജിഹാദ്. ആ ജിഹാദിനകത്ത് വിളിച്ചു പറഞ്ഞതാണ്, അരിയും മലരും കരുതിക്കൊള്ളൂ, ഒന്നുകൂടി മറന്നിടോ, ഒന്നുകൂടി മറന്നിടോ, ആ കുന്തിരിക്കവും കൂടെ കരുതിക്കൊള്ളാൻ. അല്ല, എന്തിനാ അവരിങ്ങനെ വിളിച്ചത് ഒന്ന് പറഞ്ഞു തരുമോ? ചെറിയ കുഞ്ഞിനെ കൊണ്ട് വിളിപ്പിച്ച് വലിയവരെ ഏറ്റു പറഞ്ഞു. എന്തിനാ വിളിപ്പിച്ചത്? അതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആലപ്പുഴയിൽ കുറേ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടന്നല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതായിരിക്കും. പിന്നെ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഇന്ന ആൾക്ക് ഇന്നത് പറയാം, അല്ലെങ്കിൽ ആരുടെ ഒന്നും പുത്തിരിയല്ലല്ലോ, വായിക്കിറക്കണ നാക്കല്ലേ, ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതിനകത്തിപ്പോൾ ഒരു പ്രത്യേകിച്ച് നമ്മൾ കേൾക്കണ ആൾക്കാരാണ്, അതിനാണ് ദൈവം നമുക്ക് ബുദ്ധി അല്ല തന്നേക്കുന്നത്. കൂട്ടുകാരാ, അച്ഛൻകുഞ്ച ഒന്ന് ഇടപെട്ടോട്ടെ. അല്ല അക്ബർ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ അരിയും മലരും വാങ്ങി, ഞാൻ അക്ബറിന് ഫോൺ വന്നു. ഇല്ല പറഞ്ഞ ഞാൻ കട്ടാക്കി. ഓക്കെ. ഈ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. അരിയും മലരും ഈ വാങ്ങുന്ന ചില ഹിന്ദുക്കളാണ് ഈ മരണാന്തര ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ വേണ്ടി അരിയും മലരും വാങ്ങിച്ചു വെക്കുന്നത്. ഓക്കെ, വാങ്ങിച്ചു വെച്ചോളൂ. ബാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ വാങ്ങിക്കാറുണ്ട്. അക്ബർ ഒരു മിനിറ്റ്. രാഷ്ട്രീയ കൊലപാതകമാണ്, നമുക്ക് വേറെ എന്തെങ്കിലും പറയല്ല, അപ്പൊ അത് അടുത്ത് പറയാം. ഒന്നുകൂടെ മറന്നടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. അപ്പൊ അവിടെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും പറ്റി തന്നെയാണ് അവിടെ പറയുന്നത്. അത് അരിയും മലരും വാങ്ങിച്ചു വെച്ചോ, നിങ്ങളുടെ കാലന്മാര് വരുന്നുണ്ടോന്ന് പറഞ്ഞു. അത് ഇനി ക്രിസ്ത്യാനിയോട് പറഞ്ഞു, ക്രിസ്ത്യാനികളെ നിങ്ങൾ കുന്തിരിക്കം വാങ്ങിച്ചു വെച്ചോ, നിങ്ങളുടെ കാലന്മാര് വരുന്നുണ്ടോന്ന് പറഞ്ഞു. എന്തുകൊണ്ട് മരിച്ചാൽ ഇവിടെ ജീവിക്കാന്നും പറഞ്ഞു. എന്റെ അർത്ഥം അത് രാഷ്ട്രീയമാണോ അക്ബറെ? ആയിക്കോട്ടെ, ഇപ്പൊ അവരിങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ അല്ല, ശരിയാണ് അവരങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കരുതിയിരിക്കണം. എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം. ഇത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം, ഇതിവിടെ ഇസ്ലാമിക ഭരണമോ
ഇവിടെ ശരിയത്തോ ഒന്നുമല്ല. ഇത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യമാണ്. ആ ഒരു ഇവിടെ ബോധ്യം അല്ല, ക്രിസ്ത്യാനിക്കും ആ ഒരു ഹിന്ദുവിനും ബോധ്യം മുസ്ലിമിനും എല്ലാവർക്കും നിങ്ങൾക്കുണ്ടോ? ജീവിക്കാൻ തുല്യ അവകാശമാണ്. ബോണ്ട് ഇവിടെ ഈ ബോണ്ട് ജനാധിപത്യ ബോണ്ടിന് രാജ്യത്ത് ഒരു അല്ല, ബോണ്ടിന് മതക്കാരിറങ്ങിയിട്ട് ഒരു ബോണ്ടിന് മതത്തിലുള്ള ആ ഒരു ബോധം ഉണ്ടോ? ഇത് ഇല്ല. ഇന്ത്യ അക്ബർ ഒരു ഒരു മിനിറ്റ്, ജനാധി അക്ബർ ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു കേട്ടെ. കുറച്ച് മുസ്ലിങ്ങൾ ഇറങ്ങി വന്നിട്ട് പറയുവാണ്, ഹിന്ദുക്കളോടും ക്രിസ്ത്യാനിയോടും പറഞ്ഞേക്കുവാണ്, നീയൊക്കെ മര്യാദയ്ക്ക് ജീവിച്ചോ, അരിയും മലരും കുന്തിരിക്ക വാങ്ങിച്ച് വെച്ചോ, നിന്റെയൊക്കെ കാലന്മാര് വരുന്നുണ്ടോന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വെറുതെ കേട്ടോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങൾ പ്രതികരിക്കും അതിനെ പറ്റി. ഇവിടെ ധൈര്യമായിട്ട് ഒരുത്തരും ഒരു പ്രതികരിക്കാം. ക്രിസ്ത്യാനിയെയും ഒരു ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഹിന്ദുവിനെ പ്രതികരിക്കാം. തൊടാൻ സമ്മതിക്കത്തുമില്ല. അതുപോലെ ഇത് തന്നെ ജനാധിപത്യമാണ് ഈ ഇവിടെ. അതായത് നിങ്ങളിപ്പോ അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ രീതിയിലും അപ്പുറേന്നും പ്രതികരിക്കൂലോ. അപ്പൊ എന്ത് ചെയ്യാ? അപ്പൊ എന്താ സംഭവിക്കാൻ പോണത്? അല്ല എങ്ങനെ അല്ല എങ്ങനെ പ്രതികരിക്കുമെന്ന് അല്ല ഉദ്ദേശിക്കുന്നത്? നാവ് കൊണ്ട് ഇപ്പൊ പ്രതികരിക്കുവാണോ അതോ കായികമായിട്ട് പ്രതികരിക്കുവോ? എങ്ങനെ? നാവ് കൊണ്ട് നിങ്ങളിപ്പോ ഏത് രീതിയിലാ അപ്പൊ അക്ബർ പറഞ്ഞു അവരും വരുന്നത്, ഇവിടുത്തെ പ്രതികരിക്കും. മുസ്ലിങ്ങൾ എന്തെങ്കിലും ഭീകരവാദമോ തീവ്രവാദമോ ഭീഷണിയും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മതക്കാരൊക്കെ മിണ്ടാതെ മുച്ച അടക്കി മിണ്ടാതിരുന്നോന്നാണ് അക്ബർ പറയുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നണമെങ്കിൽ അങ്ങനെ നിൽക്കുക. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ചെയ്യാൻ സൗകര്യമില്ല അക്ബറെ. ഓക്കെ, സൗകര്യം ഇല്ല. സൗകര്യം ഇല്ലെങ്കിൽ സൗകര്യം ഇല്ലാതെ പോലെ നിൽക്കുക. അങ്ങനെ അത് അക്ബറിനോട് പറയാനുള്ളത്, ഈ അരിയും മലരും കുന്തിരിക്ക വാങ്ങിച്ചു വെക്കാൻ പറയുന്ന ആൾക്കാരോട് പറയുവാണ്, നിങ്ങളൊക്കെ നിങ്ങളുടെ ഞാനങ്ങനെ പറയുന്ന ആളല്ല കേട്ടോ, ഞാനങ്ങനെ പറയുന്ന ആളല്ല. ഞങ്ങൾ അരിയും മലരും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ വാങ്ങുകയും ചെയ്യും, ഞങ്ങൾ ഇഷ്ടമുള്ള ചെയ്യുകയും ചെയ്യും. അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പറയും, മര്യാദയ്ക്ക് ഇപ്പൊ ജീവിക്കാൻ സൗകര്യമില്ലെന്ന് അങ്ങോട്ട് പറയുകയും ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളു. അല്ല അക്ബറെ, ഇത് റീപ്ലേസ് ഓണുള്ളതാ. ഇപ്പൊ അക്ബർ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളു. അതിനെന്താ അത് അങ്ങനെ നിങ്ങൾ കരുതിക്കൊള്ളാൻ പറഞ്ഞിട്ട് ഇപ്പൊ പറയാ ഞാൻ അതിന്റെ ഒരാളല്ലെന്ന്. അല്ല, ഞാനൊരു പൊതുവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങളെ പോലെ ആൾക്കാര് ഇറങ്ങിയിട്ട് ഈ നാട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ പോലെ ആൾക്കാരാണ് പ്രശ്നക്കാര്. ഇപ്പൊ അപ്പുറ സൈഡിലും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ നടക്കാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ രണ്ട് സൈഡിലും മൂന്ന് സൈഡിലും ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ സമാധാനപരമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കണമെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഈ കേരളത്തിലെ അല്ലെങ്കിൽ കുറെ നാടുകളിൽ മാത്രം നടക്കണം, ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും നടക്കുക. നിങ്ങളെ പ്രസംഗം കേൾക്കണ്ട. ഒരു ചോദ്യം അക്ബറെ, ഞങ്ങൾ ഇവിടെ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് കേക്കട്ടെ, പറഞ്ഞേ. ഇത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് തന്നെ പ്രശ്നമല്ലേ? എന്ത് പ്രശ്നം? ഇപ്പൊ താങ്കൾ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു വെല്ലുവിളി. പ്രശ്നം ഞാൻ എന്താ പറഞ്ഞത് സ്പെസിഫിക് ആയിട്ട് പറയാം. പിന്നെ നീ എന്തോന്ന് പറയണ? നീ ഇപ്പൊ ഇരുന്നിട്ട് പറഞ്ഞത് എന്ത് തെണ്ടിത്തര പ്രശ്നം പറഞ്ഞത് സ്പെസിഫിക് അല്ലേ? ഇപ്പൊ നീ ഇവിടെ ഇരുന്ന് പറഞ്ഞത് തന്നെയല്ലേ ഏറ്റവും വലിയ തെണ്ടിത്തരം. ഇവിടെ ആൾക്കാരുടെ ഇടയില് നിങ്ങളുടെ മതത്തിലുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞ കാര്യം എടുത്തു. എനിക്കിപ്പൊ ഞാനിപ്പോ അക്ബറിനുള്ള പേരിട്ടുകൊണ്ടൊന്നും ഞാൻ മുസ്ലിം ആവണമെന്നില്ല. എന്റെ തൊട്ട് പുറകെ വേറൊരു പേരുണ്ട്. ആലപ്പുഴ എന്ന പട്ടണത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ മുസ്ലിങ്ങളായ കുറച്ച് ആൾക്കാര് ഇവിടെ കൊലവിളി നടത്തിയത് ഞങ്ങൾ എടുത്തു. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ പ്രസ്ഥാനം നിരോധിച്ചതല്ലേ കേരളത്തില്? നിരോധമാര് പറഞ്ഞ കാര്യം ഞങ്ങൾ എടുത്തു പറയും. അങ്ങനെ ഒരുത്തർ ഇവിടെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു ചുള്ള ഇരുന്ന് പറഞ്ഞ് ഒരു 10 പേര് അതിന്റെ കൂടെ ഇരുന്ന് വിളിച്ച് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കുന്ന ആൾക്കാരാണോ നിങ്ങളുള്ളൂ? അല്ലെങ്കിൽ അത്രയും ഒരു ബോധമാണോ താങ്കൾക്കുള്ളൂ? ഞാൻ പറഞ്ഞേ, ഈ PFI എന്ന് പറഞ്ഞ ഈ രാജ്യദ്രോഹ കുറ്റത്തിന് പിടിച്ചിട്ട എല്ലാത്തിനെയും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് തൂക്കിക്കൊല്ലണം ഞാൻ പറയണത്. ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച എല്ലാത്തിനെയും തൂക്കിക്കൊല്ലണം. അക്ബറിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായില്ലേ? എന്താണ് ഈ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തൂക്കിക്കൊല്ലണം? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ തെണ്ടികള് BJP-ക്കാരും തെണ്ടികളും അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മള് അവരെയൊക്കെ തൂക്കിക്കൊല്ലണ്ട. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇല്ലേ? ക്ഷേത്രത്തിൽ കയറിയിട്ട് ഒരു പാവം പിടിച്ച ഒരു പെൺകൊച്ചിനെ പീഡിപ്പിച്ചു. എന്നിട്ട് എന്തെങ്കിലും ചെയ്താ? ബിരിയാണിയും കൊടുത്ത് കിടത്തല്ലേ ഇങ്ങനെ ഓരോ ആൾക്കാര്? എല്ലാ സ്ഥലത്തും ഇതൊക്കെ വേണം. നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. അല്ലാണ്ട് ഇന്ന വ്യക്തിക്ക് ബാധകം, അവർക്ക് ഇന്ന മതക്കാർക്ക് മാത്രമാണ് അതിനകത്ത് ഇതുള്ളൂ എന്നൊന്നും പറയല് കാര്യമില്ല. എല്ലാവർക്കും ബാധകമാണ്. അക്ബറെ, ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലണോന്നേ? അതേന്നെ, തൂക്കിക്കൊല്ലണമെന്നേ. അല്ല, ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചാലും തൂക്കിക്കൊല്ലണം. ഇന്ത്യക്കാരെ
ഞങ്ങൾക്ക് കുഴപ്പമില്ല. അത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് തൂക്കിക്കൊന്നോട്ടെ, ഇപ്പൊ എന്താ കുഴപ്പം? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, എവിടെ തൂക്കിക്കൊള്ളല്ല, ഒരു സെക്കൻഡ്, തൂക്കിക്കൊള്ളല്ല, കുറച്ച് ഒരു ആള് തീറ്റി സെക്കൻഡ്, പോറ്റി കഴിഞ്ഞിട്ട് ഇതാക്കാലോ. ഒരു സെക്കൻഡ് കൂട്ടുകാരാ. ഈ പാവപ്പെട്ട അതായത് ആൾക്കാരെ കൊണ്ട് ബോണ്ട് തൂക്കിക്കൊള്ളല. ഇതിലും ഒരു വലിയ സെക്കൻഡ്, തീവ്രവാദികളോട് ഹലോ നിൽക്കണു. ഒരു സെക്കൻഡ്, ഈ ഒരു ഹിന്ദുത്വ സെക്കൻഡ്, തീവ്രവാദി, മുസ്ലിം തീവ്രവാദികൾ, ഹലോ ക്രിസ്ത്യൻ ഒരു സെക്കൻഡ്. തീവ്രവാദികളുണ്ട്. മൈക്കിൾ ബഗര ഒന്ന് മോട്ട് ചെയ്യാമോ? അവരെ ഒന്നും ചെയ്യാലല്ലോ. ഈ ഒരു പാവപ്പെട്ട സെക്കൻഡ് ആൾക്കാരല്ലേ കൂട്ടുകാരാ. കൊണ്ട് തൂക്കിക്കൊള്ളണത്. മൈക്ക് ആ ഒന്ന് മോട്ട് ചെയ്യ് സെക്കൻഡ് കൂട്ടുകാരാ. ഹലോ, മൈക്ക് ഒന്ന് മോട്ട് ചെയ്യ്. ആ, അതായത് ബോണ്ട് ബദറിന്റെയും ന്യൂക്ലിയർ ബദറിന്റെയും സൗണ്ട് പുറത്തു വരുന്നില്ല, വളരെ സ്ലോ. എന്താ അത് സൗണ്ട് ഇല്ലാത്തത്? അപ്പൊ ഇന്നത്തെ ഞാൻ ജോലിയിലാണ് ഞാൻ. അപ്പൊ ഇനി ഒത്തിരി സൗണ്ട് എടുക്കാൻ ആ, പറ്റില്ല. ഓക്കെ 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 ഓക്കെ. ബോണ്ട് ബദറിന്റെ സൗണ്ട് കുറവായിരുന്നു. ആ, പറഞ്ഞോളൂ അക്ബർ. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഇവിടെ നമ്മുടെ നാട്ടില് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നടക്കുന്നത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇച്ചിരി ബോധമുള്ള ആൾക്കാരൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള സമീപനം കാണിക്കുക. നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരല്ല, കേരളക്കാർക്ക് ഇത്തിരി ബോധമുണ്ട്. ആ ബോധത്തോടു കൂടി നമ്മൾ ഓരോന്ന് ചെയ്യേ, അല്ലാണ്ട് ഇങ്ങനെ അക്ബറെ, അപ്പൊ ഈ ചെറിയ ചെറിയ കേരളത്തിലെ കാര്യങ്ങൾ. കൊലവിളി ഞാൻ നടക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ പറയുമ്പോ നിങ്ങൾ കേട്ടോണ്ട് തുടങ്ങല്ലേ? മിണ്ടാതിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പറഞ്ഞു കേട്ട് തുടങ്ങ്. അപ്പോഴല്ലേ രണ്ടുപേർക്കും സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതൊരു വക പറ്റുക. എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ് പ്രശ്നം. നിങ്ങൾ എന്താ ചെയ്യുക എന്റെ പൊന്നു കൂട്ടുകാരന്മാരെ? നമുക്ക് ദൈവം തലച്ചു തന്നേക്കണത്. നിങ്ങൾക്ക് ദൈവം ഉണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങളിപ്പോ ഇങ്ങനത്തെ ആൾക്കാരൊന്നും എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ ദൈവം ഉണ്ടെങ്കിൽ ആ ആൾക്കാർ നമുക്ക് ഞങ്ങൾക്ക് ദൈവമുണ്ട്, തലച്ചോറ് ഞങ്ങൾ തന്നേക്കണത്. പുറത്തുനിന്ന് ആരാധിക്കാറില്ല. ആ, എന്തിലാവട്ടെ. എന്നാ ഈ തലച്ചോറെന്ന് പറഞ്ഞ സാധനം നമുക്ക് തന്നേക്കണത് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനാണ്. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ ഒരു കൊച്ചു പിള്ള എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് അതിന് പുറകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വെട്ടി കീറുന്ന നിങ്ങളെയൊക്കെ ആയിരിക്കും. അല്ലാണ്ട് ആർക്ക് പോവാ? നിങ്ങളുടെ കുടുംബത്തിന് പോകും, അല്ലാണ്ട് വേറെ ആർക്കും പോകില്ല. ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പൊ ഇവിടെ നിന്ന് താഴെ ഇരുന്ന് കേട്ടുകൊണ്ട് ആൾക്കാരൊക്കെ ഒരു സോഡയും കുടിച്ച് അവിടെ ഇരിക്കും. മനസ്സിലായ? അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ബോധത്തോടു കൂടി പേടിയൊന്നുമില്ല. കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് തീരുമാനിക്കുക. അങ്ങനെ പേടിയൊന്നുമില്ല. അങ്ങനെ ഇല്ല ഇല്ല, പേടിക്കുന്ന ആര് പറഞ്ഞു ആൾക്കാരല്ല നിങ്ങൾക്ക് ക്രിസ്ത്യാനികൾ. പേടിയുണ്ട്? പൊന്ന് അങ്ങനെ സുഹൃത്തുക്കളെ, എന്റെ പേര് പേടിക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ. ന്യൂക്ലിയർ നിനക്ക് പേടിയുണ്ട്. നീ പേര് കൊള്ളാരനാണ് നീ ഇപ്പൊ ഇരുന്നിട്ട് ഈ ഡി പി ഇടാണ്ട് നീ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നീ ഇപ്പൊ നിന്റെ സ്വന്തം ഡി പി ഇട്ടിട്ട് സംസാരിക്കും. നാളെ വീട്ടിലിട്ട് ആൾക്കാർ വരും നിന്റെ ഡി പി ഇട്ടുകൊണ്ട് ഇവിടെ ഇന്നോവ സംസാരിച്ചു വരും, കഴിഞ്ഞാൽ. ഇന്നോവ. അയ്യോ, അപ്പം അല്ലല്ല, ഇത് ഇത് ഞാൻ ഒന്നാമത്തെ പൊതുവെ നിങ്ങള് കൈവെട്ട് അച്ഛൻ ആളാണോ? ഞാന് അല്ലല്ല പൊതുവെ അല്ല, ഒരു അക്ബർ കാര്യം അക്ബർ, പറഞ്ഞു എന്നുള്ളൂ. പൊതുവെ അല്ല, നിങ്ങള് ഈ കൈവെട്ട് കൂട്ടത്തിലുള്ള ആളാണോ? അല്ലല്ല, എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഈ ഓരോ ഒരു കാര്യങ്ങൾക്ക് സപ്പോർട്ടേഴ്സ്? എതിർക്കുന്ന ആളാണ്. അല്ലല്ല, ഞാനൊരു ഇല്ലില്ല, നിഷ്പക്ഷവാദിയാണ്. ഞാൻ എന്റെ കാര്യം നോക്കിക്കൊണ്ട് ജീവിക്കുന്നതാണ്. നിങ്ങൾ എതിർക്കുന്ന ആളല്ല, നിങ്ങൾ അതും ഇല്ല, അനുകൂലിക്കുന്ന ആളാണ്. നിങ്ങളുടെ ഇതാണ് സംസാരത്തിന്റെ പ്രശ്നം പ്രശ്നം. തോന്നുന്നു. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ, അവരെ പിന്നെ വിറാദിയാക്കും. അല്ലല്ല, ഇതാണ് നിങ്ങളുടെ നിങ്ങൾ പ്രശ്നം. അതാണ് സംസാരിച്ച് 10 കേട്ടുകൊണ്ട് രൂപയുടെ ബോധമില്ലാത്ത നിങ്ങൾ ആൾക്കാരാണ് മൈക്ക് ഇങ്ങനെ വർത്താനം പറയുള്ളൂ. ലേശം മൈക്ക് മുട്ടി ചെയ്യൂ. അക്ബറെ, ലേശം അക്ബറെ മൈക്ക് നിങ്ങൾ ഞാൻ മുട്ടി ചെയ്യൂ. പറഞ്ഞേക്കാൻ സംസാരിച്ച് പറ്റുള്ളൂ. സംസാരിച്ച് എങ്ങോട്ടായി പോകുന്നത്? ആർക്കാ അക്ബർ, ഞാൻ ബോധമില്ലെന്ന് പറഞ്ഞത്? അല്ല, പറയുന്നത് നിങ്ങൾക്ക് ബോധമല്ലേ ഇങ്ങനത്തെ ചർച്ച മോണ്ട് കേട്ടോണ്ട്? ഒരു നിമിഷം, മോണ്ട് പറഞ്ഞ സൗണ്ട് കുറവാ. അക്ബറെ, നിങ്ങൾ ഈ പിന്നെ മൈക്ക് എടുത്തിട്ട് ഇത്ര ഉറക്കെ ഒച്ച സംസാരിച്ച ഇവിടെ പേടിക്കുമെന്ന് വിചാരിച്ചോ? അല്ല, നിങ്ങൾ പറയുന്നത് ആർക്കാ വിവരമില്ലെന്ന് പറഞ്ഞത്? വിവരമില്ലാത്ത നിങ്ങളുടെ അക്ബറിനായിരുന്നു, അറിയത്തില്ലയോ? നിങ്ങൾ അത് കേട്ടില്ലായിരുന്നോ? അക്ബർ പറഞ്ഞ കാര്യം കേട്ടില്ലായിരുന്നോ? അറിഞ്ഞില്ലായിരുന്നോ? ഇപ്പൊ ഇവിടെ മൈക്കിൽ ഇപ്പൊ ഇങ്ങനെ കേട്ടോ? പറയുന്നത് ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത്? മൈക്കിൽ ഇപ്പൊ ഇപ്പൊ കേട്ടോ? കേൾക്കാം, പക്ഷെ മോണ്ട് പറഞ്ഞ സൗണ്ട് കുറവാ. അക്ബറെ, നിങ്ങളുടെ അക്ബർ പറഞ്ഞ കാര്യം ഒന്നും കേട്ടില്ലായിരുന്നോ? അന്നേരം നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? ഈ കണ്ണി ഇപ്പൊ കണ്ടവന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ. നമുക്ക് ബോധം വന്നതിനെന്തിനാ? ഇപ്പൊ എന്ന് നിന്റെ മിക്കി എന്തുവാ മിക്കി ആ ആ, എടാ, നിനക്ക് ബോധം വന്നതിനെന്തിനാ? നീ നിന്റെ കാര്യങ്ങൾ, നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി സമാധാനമായിട്ട് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടോ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും വലുതാക്കണത്, അല്ലാണ്ട് വേറെ ആരുമല്ല. അക്ബർ ഒരു മിനിറ്റ്, അക്ബറെ ഒരു മിനിറ്റ്, എന്റെ നിങ്ങൾ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ അടുത്ത് സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം എനിക്ക് നീ എന്നോട് വ്യക്തമായിട്ടുള്ള, ചോദിച്ചില്ല ഞാൻ വോയിസ്. ഇവിടെ എന്നാ ഫുള്ള് നീ എല്ലാ മ്യൂട്ട് കാര്യങ്ങളും ചെയ്യ്. എടുത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് നീ മ്യൂട്ട് സംസാരിക്കാൻ. ചെയ്യല്ലേ? ഇത് നിങ്ങൾ എന്നെ എന്ത് റിമൂവ് കാര്യം? ഒരു റിമൂവ് ചെയ്ത് അടിക്കുന്നില്ല. പോയി. നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കുന്ന ഇവിടുന്ന് റിമൂവ് അടിക്കുന്നത്. ഇവിടെ ഒരു തെറി ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. ചുമ്മാ ഒരു സാധാരണ comment അങ്ങനെയാണല്ലോ അവിടെ തെറി സംഭവിക്കാറ്. എന്താണ്? ഇവിടെ എന്ത് തെറിയാ പറയുന്നത്? ആരെ തെറി പറഞ്ഞു? നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് വാങ്ങിയ തെറിയാണോ അല്ലല്ല, ശ്രീജേഷോട് പറയുന്നത്? ശ്രീജേഷോട് പറയുന്നത്, ശ്രീജേഷ ഇവിടെ തെറി ആരാ പറഞ്ഞത്? അല്ല, ഇവിടെ അവിടെ പറഞ്ഞിട്ടില്ല. തെറിയിട്ടില്ല. അല്ല, സാധാരണ അങ്ങനെയാണ്. ലാസ്റ്റ് സാധാരണ തോക്കെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും? നേരെ താഴത്തേക്ക് ഇടും. ഒരു അതാണ്. തെളിവ്, ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾപ്പിച്ചേ. ഇവിടെ തെറി പറഞ്ഞ ക്ലിപ്പ് കേൾപ്പിച്ചേ. ഒരു തെറി പറഞ്ഞ ക്ലിപ്പ് കേൾപ്പിച്ചേ. ഇവിടുത്തെ നിങ്ങൾ ഇത്രയും പറയുന്നല്ലോ, എവിടെ തെറി പറഞ്ഞത്? പറഞ്ഞിട്ടില്ല. ആ, ഇവിടെ വന്ന് ഒരാളും തെറി പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇവിടെ വന്ന് സംസാരിച്ച, ഇവിടെ വന്ന് തെറി പറഞ്ഞിട്ട് മൈക്കിൽ പോയവരേ കേട്ടോ? ഉള്ളൂ, നിങ്ങളുടെ മൈക്കിൽ നിസു കേട്ടോ? ഉൾപ്പെടെ. എനിക്കറിയാമോ ഈ പറഞ്ഞ നിഫിയൊന്നും എനിക്കറിയാമോ. ഞാനതേ എല്ലായിടത്തും ഇരിക്കുന്ന ആളാ. അപ്പൊ ഞാൻ ഈ ടോപ്പിക് കണ്ടപ്പോ ചുമ്മാ കയറാൻ തോന്നുള്ളൂ.
ടോപ്പിക്ക് കണ്ട് കയറി വരണം, സംസാരിക്കണം, മാന്യമായിട്ട് സംസാരിക്കണം. നിങ്ങൾക്ക് ഇതിനെ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനുണ്ടോ? അല്ല അത് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയല്ലേ സംസാരിച്ചത്, അല്ലാണ്ട് ഞാൻ ആഗോളതാപനത്തിൽ വ്യതിയാനത്തെ പറ്റിയല്ലേ സംസാരിക്കുന്നത്. അല്ല, അതിന് സംസാരിച്ചത് കൊണ്ടല്ലേ ഈ സംസാരത്തിലേക്ക് വന്നത് നമ്മള്. അതായത് ഞാൻ പറഞ്ഞത് ഈ ടോപ്പിക്കിനെ പറ്റി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു നിമിഷം, മൈക്ക് എടുത്ത് കണ്ടിന്യൂ സംസാരിച്ചുകൊണ്ടിരുന്ന കേൾവിക്കാർക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് മാത്രമല്ല ഒച്ച സംസാരിക്കാൻ അറിയാവുന്നത്. നമ്മളിവിടെ ഖുറാൻ എഴുതിയിരിക്കുന്ന സൂറത്തെ തൗബ ഒമ്പതാമത്തെ വചനം വെച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ? സൂറത്തെ തൗബ 9. എനിക്ക് ഈ സൂറത്ത് ഒന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ മനുഷ്യനായിട്ട് കാണുന്ന ആളാണ്. രാവിലെ അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടത്? ഈ പറഞ്ഞത് ഇതുവരെയും പറഞ്ഞത് നിങ്ങൾ എന്തിനാ ഇതിൽ പറഞ്ഞിറങ്ങുന്നത്? ഇപ്പൊ അക്ബർ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതൊന്നും അറിയത്തില്ല. എന്തിനാ കൂട്ടുകാരെ ഈ അടവൊക്കെ ഇവിടെ ഇറക്കുന്നത്? നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്ന് ഇപ്പൊ ഓരോരുത്തർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക. പറഞ്ഞോളൂ മൈക്കിൾ ബ്രദറെ. അച്ഛാ, ഞാൻ ചോദിക്കുന്നത് നമ്മളെ ടോപ്പിക് ഇട്ടിരിക്കുന്നത് എന്താണ്? അപ്പൊ ഈ അരിയും മലയും കുന്തിരിക്കും വാങ്ങിച്ചു വെച്ചാൽ മതി, അതിനെക്കുറിച്ച് ഈ പുള്ളി കേട്ടില്ല, അതെന്തോ പറഞ്ഞു. അപ്പൊ നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടി അത് പറഞ്ഞാണെന്ന് പറഞ്ഞപ്പം ചിലപ്പോൾ അവർ വെട്ടിക്കീറുമെന്ന് പറഞ്ഞു. എന്തിനു വെട്ടിക്കീറും? ഞങ്ങൾ ആരെയാണ് കുറ്റം പറഞ്ഞത്? എന്ത് കുറ്റം പറഞ്ഞ്? ആരെ ചീത്ത വിളിച്ച്? അപ്പൊ ഇങ്ങനെ പൊതുവായിട്ട് പറയാന്നുണ്ടെങ്കിൽ എന്ത് കാരണം? അതാണ് ചോദിച്ചത്. അല്ലാതെ താങ്കൾ ഇങ്ങനെ ഈ റേഡിയോ വെച്ച പോലെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞില്ല. ഈ ടോപ്പിക്ക് ഉണ്ടോ? സൂറത്തുൽ തൗബ 9-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തുവാണ്? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചിട്ട് അതിനെ വിശദീകരിക്കുക. മൈക്കിള, ഞാൻ കാര്യം പറയട്ടെ. നീ എന്തിനു ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? അല്ല, ഇതുപോലെ അല്ല എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ മൈക്കിളെ, ഞാൻ പറയട്ടെ, നീ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഓരോ മതത്തിനെ പറ്റി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണ് മറ്റുള്ളവര് പറഞ്ഞിട്ടില്ല സുഹൃത്തെ. നിങ്ങൾ പിന്നെ ഇവിടെ നിന്നിട്ട് പിന്നെ നീ എന്തോന്നാ പറയണേ? നീ ഇവിടെ മതത്തിൽ ഞങ്ങളുടെ മതത്തെ കുറിച്ച് നിങ്ങൾ അധിക്ഷേപിച്ചത് ഞങ്ങൾ ഇതിന് സമീപനം പാലിക്കണം, നമ്മൾ സമീപനം പാലിക്കണം. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നീ അല്ല അവരെ പോലെ തന്നെ തിരിച്ചു ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? കേക്കാം പറഞ്ഞോളൂ. സൗണ്ട് ഉണ്ടോ? വോയിസ് ഉണ്ടോ? വോയിസ് ഒരു ഇച്ചിരി ലോ ആണ്. ഹെഡ്ഫോൺ വല്ലതും വെച്ചേക്കുവാണോ? ഞാൻ ഹെഡ്ഫോൺ ഇല്ലാതെ സംസാരിച്ചപ്പം മൈക്ക് സൗണ്ട് കുറയും. ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്. ആരാ സംസാരിക്കുന്നത്? ഇപ്പം നിങ്ങളുടെ അക്ബർ ഇത് പറഞ്ഞപ്പോ നിങ്ങൾ വിടില്ലായിരുന്നോ? അപ്പം നിങ്ങൾക്ക് അത് അതിശയമായിട്ട് തോന്നിയില്ലായിരുന്നോ അക്ബറെ? 25 വർഷം മുമ്പ് 20 വർഷം മുമ്പൊക്കെ സംസാരിച്ചത് ഓർമ്മയില്ല നിങ്ങൾക്ക്? വോയിസ് ഉണ്ടോ? വോയിസ് കേൾക്കാം. ഉണ്ട്, വോയിസ് പോവാ. ഞങ്ങൾ സ്വരം ഉയർത്തി സംസാരിക്കുന്നത് കാരണം നിങ്ങൾ ഇവിടെ നിന്ന് റേഡിയോ വെച്ചവരിങ്ങനെ കാര്യം പറഞ്ഞു ഇതിന് ആർക്ക് മനസ്സിലാകാനാ? ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരും വന്ന് കയറി സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെയുള്ളവരെ നമ്മൾ എന്റർടൈൻ ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഈ ടോപ്പിക് മതവിദ്വേഷമാണ് പറഞ്ഞത്. എന്തെങ്കിലും പറയുമ്പോൾ അതിന്റേതായ രീതിയിൽ പറയണം. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം ആവശ്യമില്ലാത്ത കാര്യം നിനക്ക് കഴിവില്ല എന്നാണ് അതിന്റെ അർത്ഥം. നിനക്ക് സംസാരിച്ച് നിൽക്കാൻ പോലുള്ള കഴിവ് നിനക്കില്ല, അതാണ് അതിന്റെ അർത്ഥം. അല്ലാണ്ട് നീ അന്ന് സംസാരിക്കുക അല്ല. നിങ്ങൾക്ക് ഇതാണ് അലെന്ന് പറഞ്ഞ ആള് ഇതാണ് പ്രശ്നം. ഇങ്ങനെ ഇതുകൊണ്ടാണ് ആൾക്കാർ വന്ന് വെട്ടിക്കീറി പോണത്. ഇതുപോലെ ഇങ്ങനെ അതിനെ പറ്റി പറയുമ്പോഴാണ് ഇങ്ങനെ വെട്ടിക്കീറി പോണത്. അതിന് ഇവിടെ കിടന്ന് റൂമിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിനനുസരിച്ച് പരിചയാക്കാനാണ്. ഇതുവരെ തെറ്റായ വാക്ക് പറഞ്ഞില്ല. ഞങ്ങൾ മുഹമ്മദിന്റെ കൂട്ട് കഴിവില്ലാത്തവരല്ല സംസാരിക്കാനായിട്ട്. കാരണം സംസാരിക്കാൻ ഞങ്ങളെ നിർബന്ധിതരാക്കിയതാണ്. ഞാൻ ഉൾപ്പെടെ പഠിച്ചു വരെ ഞാൻ ഉൾപ്പെടെ സംസാരിക്കാൻ നിർബന്ധിതരായാണ്. ഈ പറഞ്ഞ വ്യക്തി നിങ്ങൾ എന്തുകൊണ്ടാണ്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു? അത് നിങ്ങളൊന്നും ആലോചിക്കാത്തത് ഒരിക്കലല്ല. അത് ശക്തമായ രീതിയിൽ മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇതുപോലെ ഒരു എന്തൊക്കെ പറഞ്ഞുകൊണ്ടിട്ടും ഒരു കാര്യമില്ല.
അത് വളർന്നുകൊണ്ടേയിരിക്കും. കാരണം അതിനകത്ത് അത് സത്യമുള്ള തളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിനകത്ത് സത്യം ഉള്ളത് കാരണം ഒരിക്കലും ആ ഒരു മതം നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എത്രത്തോളം കൊട്ടി ആഘോഷിച്ചാലും ഒരിക്കലും അത് വളരാണ്ടിരിക്കില്ല. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. അപ്പൊ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇത് മൈക്കിൾ ബ്രദറെ ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഇങ്ങയുടെ പ്രശ്നം എന്താണ്? അല്ല, എന്റെ പ്രശ്നത്തു നമ്മൾ ഈ നാട്ടില് വർഗീയത ഉണ്ടാക്കാണ്ടിരിക്കുക, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാണ്ടിരിക്കുക. ഏതെങ്കിലും കൊച്ചു പിള്ളേർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായ ഒരു രീതിയിൽ എടുക്കുക. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് അർത്ഥം വച്ച് ഇങ്ങനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ഇവിടെ പറഞ്ഞില്ല. കൊച്ചു പിള്ളേരെ കൊണ്ട് പറയിപ്പിച്ചു തരാണ്. ഒരു സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞോ? ഇപ്പൊ നിന്നെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കുന്ന ആരാണ്? നിനക്ക് ആരാണ് ഇവിടെ പൈസ ഉള്ളത്? നിനക്ക് ഇതിനകത്തുനിന്ന് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണ്? നിങ്ങക്ക് പറയാനായിട്ടുള്ള സൗകര്യം തന്നല്ലോ. അതിനുശേഷം പിന്നെ മൈക്ക് എടുക്കാതല്ലേ? മൈക്ക് മ്യൂട്ട് ചെയ്യും. ഞാൻ ഒരു അല്ല മാമച്ച, ഞാൻ എല്ലാരും മ്യൂട്ട് ചെയ്ത. അക്ബർ മൈക്ക് എടുക്കരുത്. ഇവിടെ മോഡറേറ്റർമാര് പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമയുണ്ടെങ്കിൽ താങ്കൾ. ഇനി അടുത്തത് അക്ബറിനോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു സംഭവം. നമ്മളിവിടെ ജീവിക്കുന്ന ഇന്ത്യയിലാണ്. ഇന്ത്യയില് നമുക്ക് നമ്മളുടേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം പറയാനായിട്ടുള്ള സകല സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മൾ അഫ്ഗാനിലോ പാകിസ്ഥാനിലോ ഇറാനിലോ അല്ല ജീവിക്കുന്നത്, നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മുസ്ലിംസിനോടൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിന് ആപത്താണ്. അത് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയും. നിങ്ങൾക്ക് എന്താ ചെയ്യാനായിട്ട് പറ്റുന്ന? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, ഞൊട്ടു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഒരു നിയമമുണ്ട്. ഇവിടെ ഒരു ജനാധിപത്യ ഒരു രാഷ്ട്രമാണ്. ഇവിടെ നിയമവും നിയമ സംവിധാനങ്ങളും ഉണ്ട്. അരിയും മലരൊക്കെ എന്തായി? എന്ത് സംഭവിച്ചു അരിയും മലരും? അതുകൂടാതെ തന്നെ 13 കൊല്ലം കണ്ണൂരിൽ ഒളിപ്പിച്ചിട്ട് സവാദ് അവനെ പിടിച്ചല്ലോ. എന്നെ അത് അന്വേഷിക്കുന്ന. അതുകൊണ്ട് ആദ്യം ഇനിയിപ്പം ബാക്കി നമ്മുടെ സഹോദരന്മാര് പറഞ്ഞു കഴിഞ്ഞിട്ടേ മൈക്ക് എടുക്കാവുള്ളൂ. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം മതനിന്ദം നടത്തിയത് നിങ്ങളെ ഈ പറയുന്ന മുഹമ്മദാണ്. മറ്റുള്ളവനെ കണ്ടെടുത്ത് വെട്ടി കാഫറല്ലാത്ത ഒരുത്തനും ഇസ്ലാമിന്റെയും അവന്റെ പ്രവാചകന്റെയാണ് ഈ ലോകം മുഴുവൻ. അതുകൊണ്ട് മറ്റുള്ളവർ കുഫാറാണ്. അവന്റെ പെടലിക്ക് ചെയിനിട്ട് കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട് അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കാത്ത ആളെ ഇരുവശങ്ങളിലും വെച്ച് വെട്ടാനാ പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ ക്രൂശിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അത് 7-ാം നൂറ്റാണ്ടിൽ ഒരു കാര്യമാണ്. എന്റെ പുള്ളെ അത് 21-ാം നൂറ്റാണ്ടിൽ നടക്കുകയല്ല. അതാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഇനി നമ്മുടെ മോഡറേറ്റേഴ്സിന് ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ സംസാരിക്കേ. ഇതും പൊക്കി പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയിട്ട് അറിയാമല്ലോ, പിന്നെ പിരിവെട്ടി. ഇനി ഒന്ന് പൊക്കിക്കൊണ്ട് കേരളത്തിൽ കൊണ്ടുപോകുക. കേരളമാണ് ഇതിന്റെ ഇസ്ലാമിസ്റ്റിന്റെ, മുസ്ലിംസിനോട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഇസ്ലാമിസ്റ്റിന്റെ ഏറ്റവും വലിയ താവളം. അത് ലോകത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം കേരളമാണെന്ന്. തീവ്രവാദി അത് തന്നെ ഇസ്ലാമിസ്റ്റ്. സമസ്തയെ പറ്റിയിട്ട് ആരിഫ് ഹുസൈൻ ഇപ്പൊ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഇട്ട് തരാം. എന്റെ പൊന്നുമോന് അക്ബർ പോയിട്ട് അതൊന്ന് കേക്ക്. എല്ലാരും പറിച്ച് പുറത്തിറക്കുക. പണ്ട് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടല്ലേ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത്. ഇപ്പം മാമൂന്നാ പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആരിഫ് ഹുസൈൻ ഇപ്പം അവന്റെ പൂച്ചയ്ക്ക് ഇട്ടിരിക്കുന്ന മുഹമ്മദ് എന്നാ. നിങ്ങൾ അവനിട്ട് എന്നാ ചെയ്യാൻ പോകുന്നു? നിങ്ങൾ ചെയ്ത് കാണിക്കേ. ഇനി മറ്റേ ഇത് നിങ്ങൾ മോഡറേറ്റർ ആരെങ്കിലും സംസാരിക്കും. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. കാരണം ഇദ്ദേഹം പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞ മതവെറി പരത്തുന്നു, നമുക്ക് അതുകൊണ്ടാണ് ഇവർ വെട്ടിക്കൊല്ലാൻ വരുന്നത് പറഞ്ഞ്. അങ്ങനെ ഒരു സംഭവം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള തെളിവ് കാണിക്കണം. പിന്നെ ചീത്ത വിളിച്ചത് എന്താണെന്ന് കേൾപ്പിക്കണം. മൂന്നാമത്തെ കാര്യം, ഈ ടോപ്പിക് ഇട്ടിരിക്കുന്നത് സൂറത്തുൽ തൗബ 9-ാമത്തെ വചനം എഴുതിയിരിക്കുന്നത്
അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അത് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഞാൻ സ്വരം സംസാരിച്ച ഇദ്ദേഹം സ്വരം സംസാരിക്കുന്നത് മാത്രമാണ്. കാരണം ഇവിടെ അങ്ങനെ ഒന്ന് കയറിയിരുന്നു നമ്മളെല്ലാവരും സ്വരം ഉയർത്തി പേടിപ്പിക്കുകയെന്ന് ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഞാനിങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് നിങ്ങളുടെ കൂട്ടി എന്താ പറയുക പൈസ കിട്ടിയുണ്ടോ അല്ലെങ്കിൽ അത് മതം മുഴുവൻ ഉണ്ടാകാൻ വേണ്ടി ആക്കാൻ വേണ്ടിയല്ല. കാരണം നാളെയുള്ള തലമുറ എൻ്റെ കുഞ്ഞുങ്ങളടക്കം ഈ പൈശാചി മതത്തിൽ വരരുതെന്നും മറ്റുള്ളവർ നല്ല രീതിയിൽ ജീവിക്കണമെന്നും ഈ പൈശാചി മതം ഇല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ സന്തോഷമായിട്ട് ജീവിച്ചെന്നുള്ള ഒരു തിരിച്ചറിവ് വന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഓക്കെ, ബാക്കിയുള്ള സഹോദരങ്ങൾ